ഒരുപാട് പേരെ ഇങ്ങനെ മോഹിപ്പിക്കുന്ന ഒരു രാജ്യമാണല്ലോ ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടായിരിക്കാമെന്ന് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്തായിരിക്കും? ഫസ്റ്റ് വൺ സാലറി തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാരും ഒരു ജോബ് സ്വിച്ച് ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്നത് സാലറിയാണ്. അതുപോലെ തന്നെയാണ് നഴ്സസും. വേറെ ഏത് കൺട്രിയിലാണെങ്കിലും അവർ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അവരുടെ സാലറി കൂടുതലാണെങ്കിൽ മാത്രമേ അവർ മൈഗ്രേറ്റ് ചെയ്യുള്ളൂ. സോ ഡെഫിനറ്റ്ലി ബാക്കിയുള്ള കൺട്രീനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സാലറി കൂടുതൽ കൊടുക്കുന്ന ഒരു കൺട്രിയാണ്. പിന്നെ നമ്മുടെ ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ അവരിപ്പോ നഴ്സിംഗ് ഡ്യൂട്ടിക്ക് പോയി 8 മണിക്കൂറുള്ള ജോലി 8 മണിക്കൂർ കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങാൻ പറ്റാറില്ല. എന്റെ സിസ്റ്റർ നേഴ്സാണ്. അപ്പൊ ഞാൻ കാണുന്നതാണിത്. ആ ഒരു 8 hours ഷിഫ്റ്റ് ആണെങ്കിലും ചിലപ്പോൾ ഇറങ്ങുന്നത് ഒരു 10 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും. ഫുഡ് കഴിക്കുന്നത് ആ കറക്റ്റ് ടൈമിലായിരിക്കില്ല. ബട്ട് ഓസ്ട്രേലിയ പോലുള്ള കൺട്രി, അതുപോലത്തെ പല കൺട്രി ഉണ്ട്, UK ഒക്കെ ഉണ്ട്. സോ അവരൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ ഒരു ഇത്ര അവേഴ്സ് വർക്ക് ചെയ്തോ അത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഷിഫ്റ്റ് കംപ്ലീറ്റ് ആവും. അതെല്ലാം എക്സ്ട്രാ നിന്നാൽ എക്സ്ട്രാ പേയ്മെന്റ് കിട്ടും. പിന്നെ അവർക്ക് ആ ഒരു ലഞ്ച് ബ്രേക്ക് ഉള്ള ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ അവർക്ക് ബ്രേക്ക് എടുക്കാം. അപ്പൊ അങ്ങനെ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ് അവരുടെ ആ ഒരു വർക്കിംഗ് സിസ്റ്റം. പിന്നെ ക്ലൈമറ്റ്, നമുക്കിപ്പോൾ കാനഡ, UK, US എന്നൊക്കെ എൻക്വയറി വരാറുണ്ട്. ഇപ്പൊ ന്യൂ സ്ട്രീം ലൈൻഡ് പാത്വേ വന്നിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് UK, അയർലൻഡ്, കാനഡ, US, സിംഗപ്പൂർ, സ്പെയിൻ. അപ്പൊ ഈ 6 കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് ഒരു പാത്വേ ഓപ്ഷൻ ഉണ്ട്. ഓസ്ട്രേലിയയുടെ എക്സാംസ് ഇല്ലാതെ ലൈസൻസ് കിട്ടുന്ന ഒരു പാത്വേ. അപ്പൊ അവര് മൈഗ്രേറ്റ് ചെയ്യുന്നതിന്റെ റീസൺ അവർക്ക് സാലറി ഉണ്ട്, അവർ ഓക്കെയാണ്. പക്ഷെ ക്ലൈമറ്റ് കാരണം ഭയങ്കര തണുപ്പായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി പ്രായമാകുമ്പോഴാണ് ഈ ഇതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവര് പിന്നെ ഓസ്ട്രേലിയയിലേക്ക് സെറ്റിൽ ആവാൻ നോക്കും. അവർക്ക് പാത്വേ ഓപ്ഷൻ ഉണ്ട്. അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. 2017 ശേഷം BSc കംപ്ലീറ്റഡ് ആയിരിക്കണം. 2017 ശേഷം 1800 hours എക്സ്പീരിയൻസ് ഈ പറഞ്ഞ കൺട്രിയിൽ നിന്ന് ഉണ്ടായിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മൈഗ്രേറ്റ് ചെയ്യാം. സോ സാലറി ഒരു ഫാക്ടറാണ്. പിന്നെ ക്ലൈമറ്റ്, ഇത് രണ്ടും കൊണ്ടാണ് ഓസ്ട്രേലിയയിലേക്ക് മെയിൻ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്.